പണ്ടൊക്കെ ഹിറ്റടിക്കുമ്പോൾ പാറ്റയ്ക്കായിരുന്നു പേടി. ഇപ്പോൾ ഹിറ്റായ പാറ്റയെ ഭരണകൂടം പേടിക്കുകയാണ്. സമീപകാലത്തൊന്നും ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഡിജിറ്റൽ തരംഗം, അധികാരവർഗത്തിൻ്റെ അരാഷ്ട്രീയവും ധാർഷ്ട്യം നിറഞ്ഞതുമായ പ്രസ്താവനകളോടുള്ള രാജ്യത്തെ പുതുതലമുറയുടെ രാഷ്ട്രീയ പ്രതിഷേധം. നവസമൂഹ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മീമായി തുടങ്ങിയ ഈ തരംഗം ഇപ്പോൾ ഭരണകൂടത്തെയും BJPയെല്ലാം വിളറിപ്പിടിപ്പിച്ചിരിക്കുന്നതിൽ അത്ഭുതമില്ല. തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റഗ്രാമിൽ 1.61 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കി BJPയെ മറികടന്നപ്പോൾ തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ്. ഈ ആക്ഷേപഹാസ്യ ഓൺലൈൻ രാഷ്ട്രീയ കൂട്ടായ്മയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ റദ്ദാക്കിയിരിക്കുന്നു. എന്നാൽ രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ നിലവിലെ വ്യവസ്ഥിതിയോടും അധികാരവർഗത്തോടുള്ള അമർഷത്തിന്റെ തീവ്രത എത്രമാത്രമുണ്ടെന്ന് കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ ആരംഭിച്ച പുതിയ അക്കൗണ്ടിന് ലഭിക്കുന്ന വൻ സ്വീകാര്യത തെളിവാകുകയാണ്. സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിലൂടെ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പൈറേറ്റ് പാർട്ടികളുടെ രംഗപ്രവേശനം ഇന്ത്യയിലും വേരുറപ്പിക്കുകയാണെന്നാണ് CJPയുടെ സ്വീകാര്യത വിളിച്ചു പറയുന്നത്. എല്ലാ കാലത്തെയും പോലെ വർത്തമാന ഇന്ത്യയിലും യുവാക്കൾ അവരുടെ ചരിത്രപരമായ പങ്ക് വഹിക്കുമ്പോഴുണ്ടാകുന്ന ഇത്തരം മുന്നേറ്റങ്ങൾക്ക് കൃത്യമായ ദിശാബോധവും രാഷ്ട്രീയ വികാസവും ഉണ്ടാവുമോ എന്ന ഭയമാണ് അക്കൗണ്ട് പൂട്ടിക്കൽ പോലുള്ള നടപടികളിലേക്ക് ഭരണകൂടത്തെ നയിക്കുന്നത്. ജനസംഖ്യയുടെ 65% വരുന്ന 35 വയസ്സിന് താഴെയുള്ള യുവതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും ഉൾക്കൊള്ളാൻ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോയതിൻ്റെ നിരാശയിൽ നിന്നാണ് ഈ മീം സറ്റയർ രാഷ്ട്രീയത്തിൻ്റെ പിറവി എന്നതും ഭരണകൂടത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ പാർട്ടികളെ പായ് എന്നവർ വിശേഷിപ്പിക്കുമ്പോഴും പ്രത്യേകിച്ചും തൊഴിലില്ലായ്മയുടെയും സാമ്പത്തിക അസ്ഥിരതയുടെയും കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ രീതികളുടെയും നടുവിൽ ശ്വാസം മുട്ടുന്ന ഒരു വലിയ യുവസമൂഹം ഇവിടെയുണ്ടെന്ന യാഥാർത്ഥ്യത്തിനും CJP അടിവരയിടുന്നു. മെയ് 15 ഒരു ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഉദ്യോഗസ്ഥരെയും യുവാക്കളെയും പാറ്റകൾ അഥവാ കോക്രോച്ചുകൾ, ഇത്തിൽ കണ്ണികൾ അഥവാ പാരസൈറ്റ്സ് എന്നിങ്ങനെയൊക്കെ ഉപമിച്ചതിൽ നിന്നാണ് CJPയുടെ ഉദയം. മടിയന്മാർക്കും തൊഴിലില്ലാത്തവർക്കും ഒത്തുചേരാനുള്ള ഇടമാണിതെന്ന മുഖവുരയോടെ US ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദമെടുത്ത അഭിജിത്ത് ദീപ്കെയാണ് ഇതിന് തുടക്കമിടുന്നത്. 2020-23 കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമ സംഘത്തിൽ വളണ്ടിയർ ആയിരുന്നു ഈ 30-കാരൻ. യുവാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ മുന്നണി എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന CJP നിലവിലെ രാഷ്ട്രീയ സംസ്കാരം, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ യുവതലമുറയുടെ വികാരം പ്രതിഫലിപ്പിച്ചാണ് ശ്രദ്ധേയമായത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് 17ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നടക്കമുള്ള CJPയുടെ ആഹ്വാനങ്ങൾക്ക് വൻ സ്വീകാര്യത ലഭിക്കുന്നതാണ് രാജ്യത്തൊരു പാറ്റക്കലാപത്തിന് അരങ്ങൊരുങ്ങുകയാണോ എന്ന പേടിയിലേക്ക് ഭരണകൂടത്തെ നയിച്ചത്. രാജ്യത്തെ വ്യവസ്ഥിതി അത്രമേൽ ചീഞ്ഞളിഞ്ഞിരിക്കുകയാണെന്നും ഇനി പാറ്റകൾ പുറത്തു വരണമെന്നുമാണ് അഭിജിത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ദർശനങ്ങളും ആശയങ്ങളും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഒരു മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ ജാതിവിരുദ്ധ സംഘടനയാണ്. ഗാന്ധി, അംബേദ്കർ, നെഹ്റു എന്നിവരിൽ നിന്നാണ് ഞങ്ങൾ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. അഭിജിത്തിന്റെ ഈ വാക്കുകളാണ് ഫാസിസ്റ്റുകളുടെ കുരുപൊട്ടിക്കുന്നത്. തങ്ങളുടെ സ്വപ്നങ്ങളെയും ആശങ്കകളെയും കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മാത്രമായി ഇരയാക്കുന്ന വ്യവസ്ഥിതിയോടുള്ള യുവജനതയുടെ കടുത്ത വിയോജിപ്പും ഭരണകൂട വിരുദ്ധ വികാരവുമാണ് CJPയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അധികാരവർഗത്തിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളെ റീലുകളിലൂടെയും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും അവർ വിചാരണ ചെയ്യുന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ ഭരണകൂടത്തിനോ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിയില്ല. യുക്തികളെ പരിഹാസത്തിന്റെ മൂർച്ചയേറിയ ഭാഷ കൊണ്ട് നേരിടുന്ന ഈ പ്രതിഭാസത്തിൽ നിന്ന് ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ നിരവധി പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ യുവത സംസാരിക്കുന്ന സുതാര്യതയുടെയും വികേന്ദ്രീകരണത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ അവർ തയ്യാറാവുക തന്നെ വേണം. വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും ദേശവിരുദ്ധതയായി ചിത്രീകരിക്കുന്ന സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പരിഹാസത്തിലൂടെ ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് പ്രവണതകളെ പ്രതിരോധിക്കാൻ പാർട്ടികൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് കാലം ഉത്തരം നൽകുക തന്നെ ചെയ്യും. മറ്റൊരു വാർത്തയുമായി കാണാം. താങ്ക് യു. Way2Nikah.com, the exclusive Muslim matrimonial site.